ഹായ്, ഇന്ന് നമുക്ക് ഒരു കോപ്പർ ബോ, റോസ് ഫ്ലവർ, ബീഡ്സ് ഇത്രയും യൂസ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബോ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. ആദ്യം ഞാനിത് ടേപ്പ് എടുത്തിട്ട് ഈ കോപ്പർ ബോയുടെ ഒരു എൻഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ബീഡ്സ് കോർത്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ടേപ്പ് ഒട്ടിച്ചാൽ ആ കോർത്ത് എടുത്ത ബീഡ്സ് പുറത്ത് വരാതെ അതങ്ങനെ തന്നെ സെറ്റ് ആയിക്കോളും. അതിനാണ് നമ്മൾ ഈ ടേപ്പ് ഒട്ടിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ കുട്ടികൾക്ക് വച്ച് കൊടുക്കുമ്പോൾ ഈ ചെവിയുടെ ഭാഗത്ത് ഒന്ന് വേദനിക്കാതിരിക്കാനും നമുക്ക് ഈ ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആ കോപ്പർ ബോയുടെ നെക്സ്റ്റ് സൈഡ് നമുക്ക് ഓരോരോ ബീഡ്സായിട്ട് എടുത്ത് കോർത്ത് കൊടുക്കണം. ഞാൻ ഈ റോസ് ഫ്ലവർ ബോയുടെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിക്കാണ് കോർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈഡിലായിട്ട് വരേണ്ട രീതിക്കും കോർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു സൈഡ് ഒരു 22 ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബോയാണ്. അത് മാത്രമല്ല, നമുക്ക് ആദ്യം നമ്മളിത് കോർത്ത് രണ്ട് സൈഡും കറക്റ്റ് രീതിക്ക് വരുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കോർത്ത് നോക്കിയിട്ട് അത് കറക്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് അതിനെ പെട്ടെന്ന് തന്നെ ഊരിയെടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അത് കോർത്ത് നോക്കാവുന്നതാണ്. ഞാനങ്ങനെ നോക്കിയതിന് ശേഷമാണ് ഞാനിത് കോർക്കുന്നത്. അപ്പോൾ എനിക്ക് 22 ബീഡ്സ് ഒരു സൈഡ് വേണം, അടുത്ത സൈഡും 22 ബീഡ്സാണ്. എന്നിട്ട് സെൻറ്ററിലാണ് ഈ റോസ് ഫ്ലവർ നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 22 ബീഡ്സ് കോർത്തതിന് ശേഷം ഞാൻ ഈ റോസ് ഫ്ലവറിൽ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് കോർക്കാനുള്ള ഹോളുണ്ട്, അവിടെ നമുക്ക് കോർത്താൽ മതി. അപ്പോൾ ആദ്യം ഒരു റോസ് ഫ്ലവർ, എന്നിട്ട് വീണ്ടും ഒരു ബീഡ്സ്, വീണ്ടും ഒരു റോസ് ഫ്ലവർ, എന്നിട്ട് ഒരു ബീഡ്, അങ്ങനെ മാറി മാറിയാണ് ഈ 5 റോസ് ഫ്ലവർ ഞാൻ കോർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സൈഡും ഇതുപോലെ തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കണം. അവിടെയും കറക്റ്റായിട്ട് 22 ബീഡ്സ് കോർക്കാനുള്ള പ്ലേസ് കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ആ 22 ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊരു വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബോ ആണ് കേട്ടോ. ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആണെങ്കിൽ മെറ്റീരിയൽസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അല്ല, ഇതുപോലത്തെ ബോ ആണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അത് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് വേണമെങ്കിലും വാങ്ങി നിങ്ങൾക്കിതൊരു ബിസിനസ്സായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് സൈഡ് ഞാൻ ഫുള്ളൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. അത് കോർത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ശകലം പ്ലേസ് ടേപ്പ് ഒട്ടിക്കാനായിട്ട് നമുക്ക് ബാക്കിയുണ്ട്. ആ പ്ലേസിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതെങ്ങനെ ഒട്ടിക്കണമെന്ന് വെച്ചാൽ, ഈ സൈഡിലൊന്ന് ഈ ബീഡ്സിനൊന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ബീഡ്സിൻ്റെ എൻഡ് വരെ വരുന്ന രീതിക്ക് വേണം ടേപ്പ് ഒട്ടിക്കാൻ. അല്ലെങ്കിൽ ആ ബീഡ്സൊക്കെ ഒന്ന് ലൂസായി പോകും. ഇതൊന്ന് ടൈറ്റായിട്ടപ്പോൾ ഇരുന്നോളും. അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഈ ഹെയർ ആക്സസറീസ് ജ്വൽ മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾ അവിടെ തന്നെ അത് നോക്കി പഠിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അവിടെ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്